നമസ്കാരം. A1 വാർത്താ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും മലയോര മേഖലയുടെ ഏറ്റവും മുതിർന്ന നേതാവുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉണ്ണികൃഷ്ണൻ നായർ ഇന്നലെ മരണപ്പെട്ട വിവരം വ്യസന സമേതം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നലെ വൈകുന്നേരം 5:30 പെരിങ്ങോട്ട് നിന്ന് വിലാപയാത്രയായി സ്വഭസദ്ധിയിലെത്തി. അവിടേക്ക് നൂറുകണക്കിന് ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിയത്. അതുപോലെ തന്നെ രാവിലെ തൊട്ടിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്കൂളായ മാനേജറായിരുന്ന സ്കൂളായ JMU സ്കൂളിൽ രാവിലെ 10 മണിക്ക് പൊതുദർശനത്തിന് വെച്ചിട്ടാണുള്ളത്. ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായിട്ടൊന്ന് കാണുവാൻ വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പല മുതിർന്ന നേതാക്കളും അതുപോലെ പ്രമുഖരും ഇവിടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആ അനുശോചനമൊക്കെ A1 ചാനലിലൂടെ നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്നു. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളുടെ കുടുംബങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളായിരുന്നു. സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പുണ്ട്. സഹകരണ രംഗത്തും അതുപോലെ തന്നെ മറ്റ് എല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങളിൽ ഇടപെടാനും കാര്യങ്ങൾ പരിഹരിക്കാനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അനിതര സാധാരണമായ ആ ഒരു കഴിവ് ഈ നാട്ടിന് വലിയൊരു ശക്തിയായിരുന്നു. പ്രാദേശിക തലങ്ങളിലെ വികസനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാരുമായും ഭരണരംഗത്ത് ബഹുമാന്യനായ ശ്രീ K. കരുണാകരൻ അടക്കമുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനത്തിൽ വഴിയൊരുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ശ്രീ ഉണ്ണികൃഷ്ണൻ നായരെ പോലെ ഒരു പ്രഗത്ഭമതി അദ്ദേഹം ദീർഘകാലം ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ മനുഷ്യസഹജമായത് സംഭവിക്കും. എങ്കിലും ഇപ്പോഴും വളരെ പെട്ടെന്ന് പോയി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള ദുഃഖം. തീർച്ചയായും ശ്രീ ഉണ്ണികൃഷ്ണൻ നായരുടെ തുടിക്കുന്ന ഓർമ്മകൾ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ തലങ്ങളിലുള്ള മാറ്റത്തിന് പ്രചോദനമായിട്ട് മാറും. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചെറുപുഴയുടെ ഒരു മാർഗദർശിയും വഴികാട്ടിയുമായി 1961 മുതൽ അദ്ദേഹവുമായി വളരെ അടുത്ത് സഹോദരത്തെ പോലെ പ്രവർത്തിച്ച ഒരാളാണ്. ഈ ചെറുപുഴയുടെ ഇന്ന് കാണുന്ന വികസനത്തിനെല്ലാം നേതൃത്വം നൽകിയ ഒരാളാണ്. പഴയ കാലത്ത് ഇന്നുമല്ലാതൊരു വനപ്രദേശമായിരുന്ന ചെറുപുഴയിൽ ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും മികച്ചതായി വളർത്തിയെടുത്ത് അനേകായിരം ആളുകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ സർക്കാർ തലത്തിലും അല്ലാതെയും ജോലി നോക്കി വരുന്നത്. എൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ മിലിറ്ററി വിഭാഗത്തിൽപ്പെട്ടവരും നേവി വിഭാഗത്തിൽപ്പെട്ടവരുമെല്ലാം ഉദ്യോഗകാലം അർപ്പിക്കാൻ കൊടുക്കുന്നത് അതിൻ്റെ തെളിവാണ്. വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുമെല്ലാം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു വലിയ നേതാവാണ് ശ്രീ PK നായനാരും EMS കരുണാകരനും അതുപോലെയുള്ള പ്രഗത്ഭരായ നേതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരാണ്. ഒരുപക്ഷെ ഇത്രയധികം ജനകീയനായ ഒരു നേതാവിനെ കണ്ടെത്താൻ നമുക്ക് വളരെ പ്രയാസം. പയ്യന്നൂർ കോളേജിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു, ഖജാൻജിയായി പ്രവർത്തിച്ചു, പയ്യന്നൂർ ബിൽഡിംഗ് സൊസൈറ്റി സ്ഥാപിച്ചു. അതുപോലെ ചെറുപുഴയിലുള്ള എല്ലാ വികസനത്തിൻ്റെയും പാലമായാലും അതുപോലെ പോലീസ് സ്റ്റേഷനായാലും മറ്റ്
റോഡിൻ്റെ കാര്യമായാലും എല്ലാം ഇത് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നല്ല അച്ചടക്കമുള്ള അധ്യാപകരും അതുപോലെ തന്നെ അനുസരണയുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നിരന്തരമായി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൻ്റെ അധ്യാപകരെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാൻ സമയം നിശ്ചയിച്ച എല്ലാവരെയും കാണണം ഇവിടുത്തെ കാര്യം സംസാരിക്കാൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും തൃക്കരിപ്പൂര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും അതുപോലെ KPCC മെമ്പറായും KPCC എക്സിക്യൂട്ടീവ് മെമ്പറായും ഒക്കെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് കാലം പ്രവർത്തിച്ച പാരമ്പര്യം പരിചയം അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങളെ നേരിട്ട് പരിചയപ്പെടാനും ബന്ധപ്പെടാനും പ്രശ്നങ്ങളിലെല്ലാം താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവം കേട്ട് പരിഹാരം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സുരേഷ് നായരുടെ അദ്ദേഹത്തെ ചെറുപടക്കാരെല്ലാം മാനേജർ എന്നാണ് വിളിച്ചിരുന്നത്. സ്കൂളിൻ്റെ മാനേജർ എന്ന നിലക്കല്ല, അദ്ദേഹം എല്ലാവരുടെയും മാനേജറായി എന്ന കാര്യത്തിൽ ചെറുപുഴയുടെ മാനേജറാണ്. നിങ്ങളെ വിട്ടു പറഞ്ഞു തീരാത്ത വികസനത്തിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ കുഞ്ഞികൃഷ്ണൻ നായരാണ് ഇവിടെ പറഞ്ഞത്. പെരുങ്ങോമൈക്കര പഞ്ചായത്തിൻ്റെ അവസാനത്തെ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിരുന്നു കുഞ്ഞികൃഷ്ണൻ നായർ. ആ ഘട്ടത്തിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. പൊതുവെ നമ്മുടെ ഈ മലയോര മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനെല്ലാം സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരാളിനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ നായർ പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗമായി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഘട്ടമായിരുന്നു ഈ ഒരു ഇടവേളയിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. പെരിങ്ങോമൈക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ 95 മുതൽ 2000 വരെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ പെരിങ്ങോമൈക്കര പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം ഭംഗിയായി കെട്ടിപ്പടുക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ച പ്രസിഡൻ്റായിരുന്നു ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ. ഈ നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നിസ്വാർത്ഥനായ നേതാവ് ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമ്മുടെ നാടിനും അവരുടെ പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പെരിങ്ങോമൈക്കര പഞ്ചായത്ത് പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. ചെറുപുഴയിലെന്നല്ല, കേരളത്തിലെ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ നേതാവായിരുന്നു ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ. തൻ്റെതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും വ്യക്തിജീവിതവും മറ്റുള്ളവർക്ക് ഏറെ മാതൃകകൾ നൽകിയ ഒരു നേതാവായിരുന്നു ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ. അദ്ദേഹത്തോടൊപ്പം നിരവധി സംരംഭങ്ങളിൽ പങ്കാളിയാവാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും നേതൃത്വ പാഠവുമൊക്കെ മാതൃകയാക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. ചെറുപുഴയുടെ മുഖച്ഛായ മാറ്റുന്നതിലും എല്ലാ രംഗങ്ങളിലും, സാമൂഹിക, വിദ്യാഭ്യാസ, സഹകരണ എല്ലാ രംഗങ്ങളിലും, രാഷ്ട്രീയ മേഖലകളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് ബഹുമാനായ ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ നമ്മളോട് ഇവിടെ വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഒരു
അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം. എന്തായാലും പ്രായം ചെന്നുവെങ്കിലും 94 വയസ്സ് പൂർത്തിയായെങ്കിലും മരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു ദിവസം വരെ, അതിൻ്റെ തലേ ദിവസം വരെ ഫോണിൽ വിളിച്ച് എന്നോട് 1-2 കാര്യങ്ങൾ, ഞങ്ങളുടേതായ ഈ മുൻ വർഷങ്ങളിലുണ്ടായ ചില പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നിരപരാധിയായ ഞങ്ങളെ വേട്ടയാടിയ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങും തണലും ധൈര്യവും തന്ന ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്നെ സംബന്ധിച്ച് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. എങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോവുകയാണ്. തീർച്ചയായും ഈ നാടിന്, ഈ പ്രസ്ഥാനത്തിന്, ഈ സമൂഹത്തിന്, ഈ ചെറുപുഴയ്ക്ക് ഒരു നഷ്ടമാണ് കുഞ്ഞികൃഷ്ണൻ നായരുടെ വിയോഗം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാ ദുഃഖവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചെറുപുഴയുടെ ഏറ്റവും ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മെ വിട്ടുപിരിഞ്ഞ കെ കുഞ്ഞികൃഷ്ണൻ നായർ. നമ്മൾ മാനേജർ സാർ എന്ന് വിളിക്കുന്ന കുഞ്ഞികൃഷ്ണൻ നായർ നമ്മുടെ ഏത് അർത്ഥത്തിലെടുത്താലും നമ്മുടെ ഈ മലയോരത്തെ ഈ പഞ്ചായത്തിൽ നിന്ന് ദേശീയ നേതാക്കന്മാരോട് പോലും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമാക്കുന്നത്. നായനാർ, EK നായനാർ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുഞ്ഞികൃഷ്ണ, എടോ കുഞ്ഞികൃഷ്ണ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. കെ കരുണാകരൻ, കേരളത്തിൻ്റെ ലീഡർ കെ കരുണാകരൻ, ഒരുപക്ഷെ അദ്ദേഹം DIC രൂപീകരണ മീറ്റിങ്ങിൽ മനോരമയുടെ ഒരു വാർത്തയിൽ നേരിട്ട് കണ്ട ഒരു ആവേശകരമായ കാഴ്ച, സ്റ്റേജിൽ ഇരുന്ന കുഞ്ഞികൃഷ്ണൻ നായരെ വിളിച്ച്, സ്റ്റേജിലല്ല ജനങ്ങളുടെ ഇടയ്ക്കിരുന്ന കുഞ്ഞികൃഷ്ണൻ നായരെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തി കുഞ്ഞികൃഷ്ണൻ നായർ എല്ലാ കാലത്തും എൻ്റെ ഒപ്പം നിന്ന്, അതായത് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ 2 മുൻ മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ്, അവരുമായി വ്യക്തിപരമായ അടുപ്പം, അവർക്ക് നേരിട്ട് അറിയുന്ന ആ നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച് ആ ഉന്നതനായ ഒരു നേതാവാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. എല്ലാ ആളുകളോടും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളോടും വ്യക്തിപരമായ നല്ല സൗഹൃദം പുലർത്തിയ കുഞ്ഞികൃഷ്ണൻ നായർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നമ്മളെയൊക്കെ വിളിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങളൊക്കെ വരുമ്പം വ്യക്തിപരമായി വിളിച്ച് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്ന നിലയിലേക്ക് ഉള്ള ബന്ധം, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് കറക്റ്റായിരിക്കും. ആ നിലയിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ നാട് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു നല്ല പൊതുപ്രവർത്തനയാണ്. ചെറുപുഴയുടെ പേര് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ അത്രമാത്രം ഉന്നത നേതൃത്വമായി ബന്ധമുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞികൃഷ്ണൻ നായർ, അദ്ദേഹവുമായി ഒന്നിച്ച് ആദ്യ കാലഘട്ടത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. അന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ മലയോര മേഖലയിൽ ഉള്ള ജനസ്വാധീനം ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആദ്യമേ മലബാറിൽ വന്നതിന് ശേഷം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പം അന്ന് ജനങ്ങളെല്ലാം അംഗീകരിച്ച ആ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ ഞാൻ മാതൃകയാക്കിയിരുന്നു. കാരണം രാഷ്ട്രീയം നോക്കിയല്ല അദ്ദേഹം ഒരു കാര്യം ചെയ്തത്. മാത്രമല്ല, എല്ലാം കൃത്യമായി പറയുന്ന കാര്യങ്ങൾ, അത് ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഏത് സമുദായക്കാരനായിക്കോട്ടെ, അത് പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്യുകയും പാർട്ടിയിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റുള്ളവർക്കൊന്നും കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ മലയോര ജനത അദ്ദേഹത്തെ മനസ്സിൽ ആഴത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആ എല്ലാ പ്രവർത്തകരും, രാഷ്ട്രീയത്തിന് അതീതമായുള്ള ആൾക്കാരും അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വേർപാട് നഷ്ടം തന്നെയാണ്, നാടിന് നഷ്ടമാണ്, ഒരു സംശയവുമില്ല. ഞാൻ എൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലും അനുശോചനം അറിയിക്കും. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും ചെറുപുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്.
ചെറുപുഴ മേഖലയുടെ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരുന്നതിൽ മുന്നിട്ട് നിന്ന നേതാവാണ്. മറ്റുള്ളതിൽ നിന്ന് കുറേയേറെ വ്യത്യസ്തത കുഞ്ഞികൃഷ്ണൻ നായരിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. KPCC മെമ്പർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഉന്നത തലങ്ങളിലെല്ലാം എത്തിച്ചേർന്ന സന്ദർഭത്തിലും താഴെ തട്ടിലുള്ള ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അതുപോലെ അവരെ സഹായിക്കാനും മുന്നോട്ടേക്ക് വന്നിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ നായരിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മുടെ പ്രദേശത്തിനും കോൺഗ്രസ് പാർട്ടിക്കും ആകമാനം വലിയ നഷ്ടമാണ് കുഞ്ഞികൃഷ്ണൻ നായരുടെ വിയോഗത്തിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. ഈ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ആധുനിക ചെറുപുഴയുടെ പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ നേതാവാണ് ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ജീവിതത്തിലുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. ചെറുപുഴ JMVP സ്കൂൾ തന്നെ കണ്ണൂർ ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സാന്നിധ്യം വഹിച്ച പയ്യന്നൂർ കോളേജ് മികവിൻ്റെ ഒരു ഉദാഹരണമായി എടുത്തുകാട്ടാൻ പറ്റുന്നതാണ്. പാടിയൊട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് ജില്ലയിലെ തന്നെ മികച്ച സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയതിൽ അടിത്തറയിട്ട വലിയ പ്രവർത്തനം കാഴ്ച വെച്ച വ്യക്തിയാണ് കടന്നുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്ത് വിഭജിക്കുകയും ചെറുപുഴ പഞ്ചായത്ത് രൂപീകരിക്കുകയും അതിനൊക്കെ വേണ്ട വളരെ കൃത്യമായ നേതൃത്വം നൽകി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസും ഒക്കെ സജ്ജമാക്കി ഇത്തരത്തിലുള്ള നല്ല ഒരു പഞ്ചായത്ത് ആക്കിയെടുക്കുന്നതിന് വലിയ ശ്രമം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ നിലവിലുള്ള ഈ പഞ്ചായത്തിനുള്ള സ്ഥലം ബസ് സ്റ്റാൻഡിനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതിന് തന്നെ ശ്രീ V. കൃഷ്ണൻ മാസ്റ്ററോടൊപ്പം ചേർന്ന് ഇവിടെയുള്ള സ്ഥലം വിലക്കെടുക്കുകയും അതിന് പകരം വില കൊടുത്ത് പെരിങ്ങോത്ത് സ്ഥലമെടുത്ത് സർക്കാർ നൽകി അവിടെയാണിപ്പോൾ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. സഹകരണ സ്ഥാപനത്തിലെ ഒരു കുലപതിയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ എന്ന് ഏവർക്കും അറിയാം. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ ശ്രീ കുഞ്ഞികൃഷ്ണൻ നായരുടെ വിയോഗം ഈ നാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ബഹുമാനായ ശ്രീ K. കുഞ്ഞികൃഷ്ണൻ നായരുടെ നിര്യാണം ഈ പ്രദേശത്തെ ആകെ വലിയ ദുഃഖത്തിലാട്ടിയിരിക്കുകയും അദ്ദേഹം ദീർഘകാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവെന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഏറെ മാർഗദർശിയും വഴികാട്ടിയുമായിരുന്നു. ഈ പ്രദേശത്തെ സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ഏറെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ നായരുടെ. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഒരുപാട് നിയമനങ്ങൾ സഹകരണ മേഖലയിൽ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ആ കൈകൾ പരിശുദ്ധമായി സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. മരണം വരെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമൂഹത്തിനാകെ മാതൃക നൽകത്തക്ക വിധമുള്ള പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ശ്രീ K. കരുണാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തന്മാരിൽ, കോൺഗ്രസിൽ വിശ്വസ്തന്മാരിൽ ഒരാളാണ് ശ്രീ K. കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ശ്രീ ലീഡറുടെ
ചില സ്വഭാവ ഗുണങ്ങൾ അപ്പടി പകർത്തുന്ന തരത്തിലാണ് അദ്ദേഹം പൊതുരംഗത്ത് നിലകൊണ്ടത്. തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കുമെന്ന ദൃഢനിശ്ചയം ചെയ്യുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം സമൂഹത്തിനാകെ വേദനയുണ്ടെങ്കിൽ അതിലുപരി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. ഞങ്ങളെപ്പോലുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും അത് ഏത് രീതിയിലായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈപിടിച്ചുയർത്തിയിട്ടുള്ള ഒരു നേതാവാണ് സി കെ കുഞ്ഞികൃഷ്ണൻ നായർ. വ്യക്തിപരമായി എനിക്ക് ഏറെ അടുപ്പം അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ പാടിച്ചാൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരനായി കടന്നു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഒരുപടി ആളുകളെ സഹായിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുന്നതിനുള്ള ആവശ്യമായ നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു. ചെറുപുഴ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ അനുശോചനം അറിയിക്കുകയാണ്. ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വേർപാട് ഈ നാടിനെ താങ്ങാൻ കഴിയുന്നതല്ല. നമുക്കറിയാം, രാഷ്ട്രീയ സാമൂഹിക വികസന രംഗങ്ങളിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പങ്ക് ഇവിടുത്തെ മുൻ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും എല്ലാം ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ JNUP സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ മാത്രമല്ല, ഈ നാടിൻ്റെ എല്ലാ വികസനപരമായ കാര്യങ്ങളിലും അദ്ദേഹം വഹിച്ച പങ്ക് എന്നും എല്ലാ കാലവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യാപാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഈ ചെറുപുഴ പട്ടണത്തിലെ വ്യാപാരികളുടെ ആവശ്യങ്ങളും അവകാശങ്ങൾക്കും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള നയപരിപാടികൾ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ്, പെരിങ്ങമ്പേക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് പെരിങ്ങമ്പേക്കര പഞ്ചായത്ത് വിഭജിച്ച് ചെറുപുഴ പഞ്ചായത്ത് ഉണ്ടായത് വ്യാപാര മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിന് കാരണമായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാലയം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് വ്യാപാരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപുഴയുടെ നാനോന്മുഖമായിട്ടുള്ള വികസനം, നമ്മുടെ ഈ നാടിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് എല്ലാ തരത്തിലും ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാടിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ വ്യാപാര സമൂഹത്തിനും തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാടിനൊരു വലിയ തീരാത്ത നഷ്ടമാണ്. നമ്മുടെ നാടിൻ്റെ ഓരോ വികസനത്തിനും അതിനുമാത്രം പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിയാണ്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപുഴയുടെ ദീർഘകാലം രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നേതാവാണ് ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സഖാവ് നായനാർ മത്സരിച്ചപ്പോൾ നായനാർക്കെതിരായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ചെറുപുഴ പെരിങ്ങോം സംയുക്തമായ പെരിങ്ങോമ്പേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് ചെറുപുഴ പഞ്ചായത്തായി വിഭജനം നടത്താൻ നേതൃത്വം കൊടുത്തത്. ചെറുപുഴ പഞ്ചായത്തിൻ്റെ കോംപ്ലക്സ് പണിയുന്നതിനെല്ലാം വേണ്ടി നല്ല പരിശ്രമം ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികസന രംഗത്ത് കുറേയേറെ ശ്രദ്ധ ഇവിടെ ആളുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടി നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ KPCC നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ച് ദീർഘകാലം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച് മലയോരത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ്. അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്
പാർട്ടിയുടെ CPIM ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. കുഞ്ഞേഷ് നായർ ഞങ്ങളുടെ ലീഡറാണ്. ചെറിയ പ്രായത്തിലെയാണ് നേതൃത്വത്തിൻ്റെ പാർട്ടി പ്രവർത്തനം. സമൂഹ രംഗത്ത് അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടൊരു വ്യക്തിയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഏറ്റവും താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തി. അതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ അയാളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഈ പാർട്ടി ഇങ്ങനെ നിലനിന്നത്. അല്ലെങ്കിൽ അത്രയും നിൽക്കില്ല. വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം, എല്ലാവരും നല്ല ബന്ധം, ശാസിക്കേണ്ടവരെ ശാസിക്കും, നേരെ നിർത്തേണ്ടവരെ നേരെ നിർത്തും, എല്ലാറ്റിനും കഴിവുള്ള സമ്പന്നതനായ നേതാവ്. കാര്യത്തിലൊരു തർക്കമില്ല. അതാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയില്ല. അയാളെ സംബന്ധിച്ച് അറിയാത്തൊന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും അറിയാം. ഇവിടെ CPM ആയാലും BJP ആയാലും അയാളെ അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യക്തിപരമായ ആളെ മാനിക്കുന്ന ആളാണ് എല്ലാവരും. ചന്ദ്രൻ പറഞ്ഞു.